खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് ഉദുസൂർ പരിപാടിയിലേക്ക് സ്വാഗതം. 2 മുലാഖാത്തിൽ നിന്നുള്ള ഹൈലൈറ്റുകൾ അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒന്ന് ജർമ്മനിയിൽ നിന്നുള്ള ലജ്ന അംഗങ്ങളോടൊപ്പവും മറ്റൊന്ന് ജർമ്മൻ ജമാഅത്തിലെ മിഷണറിമാരോടൊപ്പവും. ഞായറാഴ്ച ജർമ്മനിയിൽ ലജ്ന ഹിമാലയയിലെ ദേശീയ ആമിലേക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസുവിനോടൊപ്പം ഒരു മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിച്ചു. UK ഇസ്ലാമാബാദിൽ നടന്ന മുലാഖാത്തിനു വേണ്ടി ആമില അംഗങ്ങൾ പ്രത്യേകമായി യാത്ര ചെയ്ത് വന്നതായിരുന്നു. ഒരു മൗന പ്രാർത്ഥനയോടെയാണ് മുലാഖാത്ത് ആരംഭിച്ചത്. അതിനുശേഷം എല്ലാ ആമില അംഗങ്ങൾക്കും അവരുടെ വകുപ്പുകൾ പരിചയപ്പെടുത്താനും ഹുസൂർ തിരുമനസിൻ്റെ മാർഗനിർദ്ദേശം തേടാനും അവസരം ലഭിച്ചു. മുലാഖാത്ത് സമയത്ത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസുമായി നാസറാത്ത് സെക്രട്ടറിക്ക് മാർഗനിർദ്ദേശം നൽകി. പരമ്പരാഗത പരിപാടികൾക്കപ്പുറം നാസറാത്തിൽ താല്പര്യം വളർത്തുകയും പങ്കെടുക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ചില പരിപാടികൾ നടത്തുക. അവരുടെ താല്പര്യം വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അതിനുള്ളിൽ നിങ്ങൾക്ക് തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിപാടിയുമായി ബന്ധിപ്പിക്കാൻ കഴിയും. ആരെങ്കിലും എഴുന്നേറ്റ് ഒരു പ്രസംഗം നടത്തി അവരോട് നിങ്ങൾ നമസ്കരിക്കൂ, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവശിക്ഷ ഉണ്ടാകും, നിങ്ങൾ ഖുർആൻ വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പർദ്ദ പാലിക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ അള്ളാഹു കർശനമായി ഇത് കൽപ്പിച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. പകരം നിങ്ങൾ അവരോട് സ്നേഹത്തോടും ദയോടും കൂടി കാര്യങ്ങൾ വിശദീകരിക്കുകയും നാസ്രാത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയും വേണം. തങ്ങൾ എന്തുകൊണ്ട് അഹമ്മദികളാണ്, എന്തുകൊണ്ട് മുസ്ലിങ്ങളാണ്, അവരിൽ നിന്ന് ഇസ്ലാം എന്താണ് പ്രതീക്ഷിക്കുന്നത്, മതത്തിൻ്റെ ആവശ്യകത എന്താണ്, അള്ളാഹു എന്തുകൊണ്ടുണ്ട്, ദൈവത്തിൻ്റെ ആവശ്യം എന്താണ്, അവൻ ഉണ്ടോ ഇല്ലയോ എന്നീ കാര്യങ്ങൾ നാസറാത്തിന് സ്നേഹപൂർവ്വം വിശദീകരിക്കുക. വർദ്ധിച്ചു വരുന്ന നിരീശ്വരവാദത്തെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മക്കളെ ധാർമ്മികമായി പരിശീലിപ്പിക്കേണ്ടത് അമ്മമാരാണ്. നിങ്ങൾ നാസറാത്തിന് നല്ല ധാർമ്മിക പരിശീലനം ഉറപ്പാക്കുകയാണെങ്കിൽ ഭാവി തലമുറകളും പരിശീലനം നേടുകയും സുരക്ഷിതരാകുകയും ചെയ്യും. മനസ്സിലായോ? അതിനാൽ അള്ളാഹുമായി ഒരു വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുക്കുക. ഈ ബന്ധം എങ്ങനെ വികസിപ്പിക്കാമെന്ന് അവരോട് വിശദീകരിക്കുക. എന്തുകൊണ്ടാണ് നമസ്കാരം അനിവാര്യമായിരിക്കുന്നത്, നാം അഹമ്മദികളായിരിക്കുന്നത് എന്തുകൊണ്ടാണ്, മതപരമായ അറിവ് നേടുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നും പറഞ്ഞു കൊടുക്കുക. ചരിത്രവും ഹദീസുകളും വിശുദ്ധ ഖുർആനും വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. 14 അല്ലെങ്കിൽ 15 വയസ്സ് തികയുന്ന നാസിറാത്ത് വളരെ പക്വതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദി ഹോളി ഖുർആൻ എന്ന പുസ്തകം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇത് തഫ്സീർ കബീറിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ജർമ്മൻ ഭാഷയിൽ പ്രത്യേക പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിന്ന് പോയിന്റുകൾ കണ്ടെത്താം. അതനുസരിച്ച് തർബിയത്ത് പരിപാടികൾ നടത്താം. പഴയതും പരമ്പരാഗതവുമായ രീതിയിൽ മാത്രം പരിപാടികൾ നടത്തരുത്. വിദ്യാസമ്പന്നരായ പെൺകളുടെ ചിന്താഗതി മാറി. അതിനാൽ അവരുടെ ചിന്താഗതിക്ക് അനുസൃതമായി പരിപാടികൾ ഉണ്ടാക്കുക. ഒരു മീറ്റിംഗ് നടത്തുകയും 13, 14, 15 വയസ്സുള്ള പെൺകുട്ടികളെ ക്ഷണിക്കുകയും ഞങ്ങളൊരു തർബിയത്ത് പദ്ധതി തയ്യാറാക്കാൻ പോകുന്നുവെന്ന് അവരോട് പറയുകയും അവർക്ക് എങ്ങനെ പ്രയോജനകരവും എളുപ്പത്തിൽ നടപ്പാക്കാവുന്നതുമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അവരുടെ നിർദ്ദേശം ചോദിക്കുകയും ചെയ്യുക. മനസ്സിലായോ? നിങ്ങളുടെ ഉത്തരവ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പരസ്പര കൂടിയാലോചനകളുടെയാണ് പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായോ? മുലാഖാത്ത് സമയത്ത് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ലജ്ന അംഗങ്ങൾക്ക് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ജർമ്മനിയിൽ വലതുപക്ഷ പാർട്ടികളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൻ്റെയും മുസ്ലിം വിരുദ്ധ വംശീയതയുടെയും വ്യാപനത്തിൻ്റെയും വെളിച്ചത്തിൽ യുക്തിപരമായ നിലയിൽ തബ്ലീഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കുടിയേറ്റക്കാർ പ്രവേശിക്കരുതെന്നും ജർമ്മനി നമ്മുടെ രാജ്യമാണെന്നും അതിനാൽ ഞങ്ങൾക്ക് പ്രാദേശിക ജനങ്ങൾക്ക് കൂടുതൽ അവകാശമുണ്ടായിരിക്കണം എന്നും അവർ പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പലതവണ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന കുടിയേറ്റക്കാർ പലപ്പോഴും സാമൂഹിക സഹായം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർ പണിയും ചെയ്യുന്നില്ല എന്നതാണ് കാരണം. നികുതിദായകരുടെ പണം പ്രധാനമായും അവർക്കായി ചെലവഴിക്കുന്നു. അതിനാലാണ് അവർ അത്തരം പരാതികൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ ജമാഅത്തങ്ങളോട് പറയുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുകയും വേണം. ഞാൻ സ്വീഡനിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ ഈ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കുന്ന കുടിയേറ്റക്കാർ നികുതിദായകൻ്റെ പണത്തിൽ നിന്ന് ജീവിക്കുന്നതിന് പകരം സ്വയം നികുതി നൽകുന്നതിനായി ജോലി ചെയ്യണമെന്ന് ഞാൻ ജമാഅത്തങ്ങളോട് വിശദീകരിച്ചു. വാങ്ങുന്ന കൈക്ക് പകരം നൽകുന്ന കൈകളായി തീരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് പിന്തുടരണം. കാരണം ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഞങ്ങൾ ഈ അധ്യാപനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇതനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടതും. എല്ലാവരും ഇത് പിന്തുടരുകയാണെങ്കിൽ വലതുപക്ഷ ഇടതുപക്ഷ പ്രശ്നങ്ങൾ ഇല്ലാതാകും. അപ്പോൾ എല്ലാവരും ഒരു രാഷ്ട്രമായി ജീവിക്കും. ഇതിനു പുറമെ ഞങ്ങൾ ഈ രാജ്യത്തേക്ക് കുടിയേറിയതിനാൽ
രാജ്യത്തെ സേവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ സേവിക്കാൻ തയ്യാറായ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളുണ്ട്. അതിനാൽ ഞങ്ങൾ അത്തരം അവകാശങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. ജനങ്ങളെയും രാജ്യത്തും സേവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുകയും നിങ്ങളുടെ പ്രസ് മീഡിയ ടീമുമായി ഇവിടെ സഹകരിക്കുകയും ചെയ്യുക. ഹ്രസ്വ വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ജോലി നിർവഹിക്കാൻ ശരിയായ ഒരു ടീമിനെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധ വംശീയതയുടെ പ്രശ്നം ഉയർത്തിക്കാട്ടാനും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ വിശദീകരിക്കാനും കഴിയും. ജർമ്മനിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന എൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരണികൾ എടുക്കാവുന്നതാണ്. മുസ്ലിങ്ങളുടെ അധ്യാപനം എന്താണ്, മുസ്ലിങ്ങൾ എത്രമാത്രം സമാധാനകാംക്ഷികളാണ് എന്നൊക്കെ ജനങ്ങളോട് വിശദീകരിക്കുക. സ്ത്രീകളെക്കുറിച്ച് ഇസ്ലാം എന്ത് പാഠങ്ങൾ നൽകുന്നു, ഇസ്ലാമിക ശരീഅത്തിൽ അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഭരണത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു, പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുക. അതിനാൽ ഇവ കഴിയുന്നത്ര പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഞങ്ങൾ ഇവിടെ കുടിയേറിയത്, അല്ലാതെ ഒരു പ്രത്യേക ആഗ്രഹത്തിൽ നിന്നല്ല. ഞങ്ങൾ ഇവിടെ കുടിയേറാനുള്ള കാരണം ഇവിടെ വംശീയത ഇല്ലാത്തതിനാലും അവർ ഇവിടെ പരസ്പരം മൂല്യങ്ങളെ ബഹുമാനിക്കുന്നതിനാലും അവർ ആളുകളെ സഹായിക്കുന്നതിനാലും മാനവീയ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നതിനാലുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കുടിയേറിയത്. സമൂഹത്തെയും രാജ്യത്തെയും സേവിക്കാനുള്ള അഭിനിവേശത്തിലൂടെ ഞങ്ങൾ ഇവിടെ കുടിയേറിയത്. ഇസ്ലാമിൽ വംശീയത ഒന്നുമില്ല, മനസ്സിലായോ? ഇതാണ് ഇസ്ലാം നമ്മയും പഠിപ്പിക്കുന്നത്. അനർബിക അറബിയുടെ മേലോ അറബിക് അനർബിയുടെ മേലോ ഒരു ശ്രേഷ്ഠവുമില്ലെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചത്. അള്ളാഹു അത് പറയുന്നു, അള്ളാഹു എല്ലാ മനുഷ്യനും തുല്യരാണ്. അതിനാൽ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്നും പരാമർശങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരാളം പ്രഭാഷണങ്ങളും മറ്റ് സാഹിത്യങ്ങളും ലഭ്യമാണ്. അവ പരിശോധിക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിച്ചാൽ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിയും. വിവാഹോലോചനകൾ 2-3 മാസം നീട്ടിവെക്കുകയും പരസ്പരം കാണുകയും ചെയ്തിട്ട് ഒടുവിൽ ഇസ്തിഖാറ ദുവയിൽ നല്ല ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷയം മാറ്റി വെക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൂടാതെ എന്തോ കാരണത്താൽ ഓരോ വിവാഹബന്ധവും നിരസിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണം? ഒരാൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയും പെൺകുട്ടിയുടെ കുടുംബം പ്രത്യേകിച്ച് 1 മാസമോ 40 ദിവസമോ പ്രാർത്ഥിക്കുകയും അതിനുശേഷം തീരുമാനമെടുക്കുകയും വേണമെന്നതാണ് വസ്തുത. അതിനാൽ 40 ദിവസത്തിനുള്ളിൽ ദുആക്ക് ശേഷം ഒരു തീരുമാനമെടുക്കണം. ഈ സമയത്ത് അവർ കണ്ടുമുട്ടുകയോ നീണ്ട സംസാരങ്ങൾ, നീണ്ട സിറ്റിങ്ങുകൾ, സൗഹൃദം വളർത്തുക എന്നിവ നടത്തരുത്. ആൺകുട്ടിയും പെൺകുട്ടിയും അകലം പാലിക്കണം. 40 ദിവസത്തെ ഈ കാലയളവ് പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ളതാണ്. ബന്ധം ലഭിച്ച് തീരുമാനമായി കഴിഞ്ഞാൽ അത് ഉറപ്പിക്കുക. വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, വിവാഹ നിശ്ചയം നടക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം പെൺകുട്ടിയെക്കുറിച്ച് മറ്റാളുകളിൽ നിന്നോ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ആ സമയത്ത് അവർ എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ കേട്ടതെന്ന് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുവെന്നും എന്നാൽ മുന്നോട്ട് പോകുന്നതിൽ അവർ സംതൃപ്തരല്ലെന്നും അവർ വിവാഹ നിശ്ചയം അവസാനിപ്പിച്ചുവെന്നും അവർ പറയുന്നു. ഇതും സംഭവിക്കുന്നുണ്ട്. അതിനാൽ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾ ഇത് നേരത്തെ തന്നെ അവരോട് വിശദീകരിക്കണം. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിനായി ഞാൻ കമ്മിറ്റികൾ രൂപീകരിച്ചത്. രചനകളും അതിലുണ്ട്. നിങ്ങളൊരു ക്യാമ്പ് സജ്ജീകരിക്കുകയും നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 30-40 ദിവസം പ്രാർത്ഥിക്കുകയും തുടർന്ന് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യണമെന്ന് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയുക. സമ്മതമാണെങ്കിൽ പരസ്പരം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിക്കാഹ് ചടങ്ങ് എത്രയും വേഗം നടത്തണം. വിവാഹം ഉടനെ വേണം. അത് നീട്ടിവെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അത് കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കുന്നു. അതിനാൽ ചില ആളുകൾക്കൊരു ശീലമുണ്ട്. അവർക്ക് എവിടുന്നെങ്കിലും ബന്ധം കിട്ടില്ലെന്ന് കണ്ടാൽ അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് ആരെങ്കിലും ബന്ധം അന്വേഷിച്ച് വരുമ്പോൾ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അക്കൂട്ടർ അവരോട് പറയും, നിങ്ങൾ ഇവിടെയാണോ ബന്ധം നോക്കുന്നത്? ആ പെൺകുട്ടി നല്ലതായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ആൺകുട്ടി നല്ലവനായിരുന്നല്ലോ, നിങ്ങൾ അവിടെ വിവാഹം കഴിക്കണമായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ കുഴപ്പമില്ല, ആ ബന്ധം ഒഴിവാക്കാം എന്ന് ചിലർ പറയാറുണ്ട്. അവർക്കൊരു ആശങ്കയുമില്ല. അത് നിസ്സാരമായ കാര്യമായി അവർ കാണുന്നു. അത്തരം ആളുകൾ അക്രമികളാണ്. അവർ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഉത്തരവാദികളായിരിക്കും. അതിനാൽ അള്ളാഹു കരുണ കാണിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരാൾ തീരുമാനിക്കട്ടെ. തിങ്കളാഴ്ച ജർമ്മനിയിൽ സേവനമനുഷ്ഠിക്കുന്ന മുറബിമാർക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനൊപ്പം ഒരു മുലാഖാത്ത് നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഇസ്ലാമാബാദിലെ MTI സ്റ്റുഡിയോയിലാണ് മുലാഖാത്ത് നടന്നത്. മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് മിഷണറിമാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകി. വേദിയിൽ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വാഗ്ദത്ത മസീഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള റഫറൻസ് നിങ്ങൾ നൽകാറുണ്ട്. മഹാത്മാക്കളുടെ സംഭവങ്ങൾ നിങ്ങൾ വിവരിക്കാറുണ്ട്. അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പരാമർശിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുവെന്ന് ചിന്തിക്കണം. അള്ളാഹു പറയുന്നു,
നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ പാലിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തുക. അള്ളാഹുവുമായുള്ള ബന്ധവും നിങ്ങളുടെ ആരാധനയുടെ നിലവാരം ഉയർത്തുകയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ആളുകളോട് സ്നേഹത്തോടും അനുകമ്പയോടും കൂടി പെരുമാറുകയും ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം. ജനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് മനസ്സിലാക്കുക. ജനങ്ങൾക്കൊരു മാതൃകയാകണമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 25 വയസ്സുള്ള ഒരു യുവാവായാലും 70 വയസ്സുള്ള ഒരു വൃദ്ധനായാലും ഒരു മിഷണറി ജമാഅത്തിന് മാതൃകയായിരിക്കണം. ഫീൽഡിൽ ഏത് മിഷണറി ആയിരുന്നാലും അവനൊരു മാതൃകയായിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ജമാഅത്ത് പുരോഗമിക്കുകയും ജമാഅത്തിനെയും നിങ്ങളെയും പരിഷ്കരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വയം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ജീവിതം വഖഫ് ചെയ്തതാണെന്നും അതിനാൽ ഒരു വഖഫെ ജിന്ദഗിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഞാൻ ജാമിയയിൽ പഠിച്ചത് എന്തിനാണ് എന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. മതപരമായ അറിവ് നേടുന്നതിനും അത് മറ്റുള്ളവർക്ക് നൽകാനും പ്രചരിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഞാനത് ചെയ്തിരുന്നത്. ഞാൻ ജിന്ദഗി വഖഫ് ചെയ്തത് എൻ്റെ സ്വന്തം ജനങ്ങളുടെ ധാർമ്മിക വളർച്ച ഉറപ്പാക്കാനും മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കാനുമാണ് ഞാനത് ചെയ്തത്. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പരിപാടികൾ രൂപപ്പെടുത്തുക. പ്രാദേശിക പ്രശ്ന പരിഹാരത്തിന് എത്ര മണിക്കൂർ ചെലവഴിക്കുന്നുവെന്ന് നിങ്ങൾ കണക്കാക്കണം. ജമാഅത്തിലെ തർബീയത്തിന് നിങ്ങൾ എത്ര മണിക്കൂർ നൽകുന്നു? തബ്ലീഗിൽ നിങ്ങൾ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു? നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു? ആരാധനയ്ക്കായി നിങ്ങൾ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു? ഞാൻ മണിക്കൂറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം സമയമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ നിലവാരം മണിക്കൂറുകളിൽ കണക്കാക്കുകയാണ് വേണ്ടത്. സമയം എന്ന് പറയുമ്പോൾ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, അതുമല്ലെങ്കിൽ 40-50 മിനിറ്റ് എന്ന് പറയാറുണ്ടല്ലോ. സമയത്തെക്കുറിച്ച് ഇത്ര സമയം നൽകിയെന്ന് എല്ലാവരും അവരുടേതായ നിർവചനം നൽകാറുണ്ട്. നിങ്ങൾ അതിനെ മണിക്കൂറുകളായി വിഭജിക്കുമ്പോൾ അത് 1 മണിക്കൂറിലധികമായിരിക്കുമെന്ന് അർത്ഥമാക്കും. അതിനാൽ വ്യത്യസ്ത ജോലികൾക്കായി നിങ്ങൾ എങ്ങനെ സമയം നീക്കിവെക്കണം എന്നതിനെക്കുറിച്ചുള്ള ബോധം നിങ്ങളിൽ ഉളവാകും. നിങ്ങൾ കാർക്കശ്യം കാണിക്കരുത്, മറിച്ച് ആളുകളോട് സൗമ്യമായിട്ട് നിങ്ങൾ പെരുമാറുക. സ്നേഹത്തോടും അനുകമ്പയോടും കൂടി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മിഷണറിയുടെ സ്വന്തം മാതൃകയാണ് പരമപ്രധാനമായിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഫീൽഡിലെ മിഷണറിമാർ ഒരു മാതൃകയാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഒരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ട ഹുസൂർ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും സഹാബാക്കളെക്കുറിച്ചും അവിടെ നിന്ന് നൽകുന്ന പ്രഭാഷണങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശഫലമാണോ? അതല്ല ഇതിനുശേഷം വാഗ്ദത്ത മസീഹിൻ്റെയും സഹാബാക്കളുടെയും വിവരണങ്ങൾ ഉണ്ടാകുമോ? എല്ലാ കാര്യങ്ങളും പരസ്യമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. കാലത്തിൻ്റെ ഖലീഫ ഒരു ഉദ്യമം ആരംഭിക്കുമ്പോൾ അതിനെല്ലായ്പ്പോഴും ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. മനസ്സിലായോ? ഞാൻ ഈ പരമ്പര ആരംഭിച്ചത് ഞാൻ ഇത് മുമ്പ് പലതവണ പരാമർശിച്ചിട്ടുള്ളതുമാണ്. ബദർ യുദ്ധത്തിൻ്റെ സംഭവം മറക്കരുത് എന്ന വാഗ്ദത്ത മസീഹിൻ്റെ തസ്കിറയിലെ വെളിപാടിൽ നിന്നാണ്. ബദരി സഹാബാക്കളെ കുറിച്ചുള്ള ഖുതുബ അങ്ങനെ ഞാൻ തുടങ്ങുകയുണ്ടായി. എല്ലാ പ്രമുഖ സഹാബിമാരും പരാമർശിക്കാമെന്നാണ് ഞാൻ തുടക്കത്തിൽ കരുതിയത്. അവർക്കൊരു പ്രത്യേക പദവിയുണ്ടല്ലോ. അതിനാൽ ബദരി സഹാബാക്കളെക്കുറിച്ച് സംസാരിക്കണമെന്ന് അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ ഇട്ടു തന്നു. ബദരി സഹാബാക്കളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഏറ്റവും ഉന്നതമാണ്. സഹാബി എന്ന നിലയിലല്ല, മറിച്ച് പ്രവാചകനും നേതാവും എന്ന നിലയിലാണ്. ഇക്കാരണത്താൽ സഹാബാക്കളെക്കുറിച്ചുള്ള പരാമർശം പൂർത്തിയാക്കിയ ശേഷം ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. യുദ്ധങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ ആക്രമണങ്ങളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു, എതിരാളികളോട് അദ്ദേഹം എങ്ങനെ പെരുമാറി, എന്ത് മാതൃക കാണിച്ചു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ നിന്ന് നാം നിരവധി പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തെയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളെയും കുറിച്ച് ഒരു പരമ്പര ആരംഭിക്കുമോ എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ നല്ലവണ്ണം അറിയുകയുള്ളൂ. ഈ അനുസൃതമായി പ്രവർത്തിക്കുകയും അവയിൽ നിന്ന് പോയിന്റുകളും ഉപദേശങ്ങളും എടുക്കുകയും ചെയ്യുക. പലരും അത് അവരുടെ ധാർമ്മിക പരിശീലനത്തിനോ പരിഷ്കരണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറുപടി നൽകാനോ ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് പോയിന്റുകൾ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഇത് ചെയ്യുന്നു? നിങ്ങൾ അവയിൽ നിന്ന് പോയിന്റുകൾ എടുക്കാറുണ്ടോ? അങ്ങനെയാണോ? എൻ്റെ കഴിഞ്ഞ ഖുതുബയിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉൾക്കൊണ്ടത്?
അവസാന പ്രഭാഷണത്തിൽ ഒരു സഹാബി യാത്രാ സംഘത്തെ മുൻകടന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. അച്ചടക്കമുണ്ടായിരിക്കണം. നിങ്ങൾ ഇമാമിനെ മുൻകടന്നു പോകാൻ ശ്രമിക്കരുത്. ചില ഫീൽഡ് മിഷണറിമാർ ഇത് പ്രത്യേകിച്ച് മനസ്സിൽ വെക്കേണ്ടതാണ്. അവർ കാലത്തിൻ്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ജമാഅത്ത് നിലകൊള്ളുന്നതും ഖലീഫ തന്നെ വിശദീകരിക്കുകയും ചെയ്ത കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ആ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുകയുമാണ് വേണ്ടത്. ഒരു കാര്യം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നാൽ നിങ്ങളത് കാലത്തിൻ്റെ ഖലീഫയ്ക്ക് അയക്കുകയും അത് പരാമർശിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് വിശദീകരണവും അനുമതിയും തേടുകയും വേണം. പ്രത്യേകിച്ചും അത് നേരത്തെ പ്രസ്താവിച്ച കാര്യങ്ങളോട് ഭിന്നാഭിപ്രായം പുലർത്തുന്നതാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അനുമതിയോടെ മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റൊരു പാത തിരഞ്ഞെടുക്കുകയോ നിങ്ങൾ കാരവനിൽ നിന്നും സംവിധാനത്തിൽ നിന്നും വ്യതിചലിക്കുകയോ നിങ്ങൾ സ്വന്തമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയോ ആയിരിക്കും ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ ഇമാമിനെ പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. മിഷണറിമാർക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സ്വയം ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെയും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിയും. ജർമ്മനിയിലെ വരാനിരിക്കുന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിഷണറിൽ ഒരാൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയ്യദുല്ലാഹു തആല ബിൻ നസ്ൽ അസീസിനോട് മാർഗനിർദ്ദേശം തേടുകയും അഹമ്മദി മുസ്ലിങ്ങൾ ഏതെങ്കിലും പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ചോദിക്കുകയും ചെയ്തു. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. ജമാഅത്തിനോട് വളരെ അടുപ്പമുള്ള, ജമാഅത്തിനെ പരസ്യമായി അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന, ദുഷ്കരമായ സമയങ്ങളിൽ ജമാഅത്തിനെ സഹായിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്യക്തി ജമാഅത്തിന് അനുകൂലമാണെന്നും ഒരു പ്രത്യേക രീതിയിൽ ജമാഅത്തിനെ സഹായിച്ചിട്ടുണ്ടെന്നും അവർക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നും നിങ്ങൾക്ക് അംഗങ്ങളോട് പറയാൻ കഴിയും. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുള്ളതിനാൽ നിങ്ങൾക്ക് അവരെയും നിർബന്ധിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ ജനങ്ങളിൽ ഒരു മനോഭാവം വളർത്തുക, വിശ്വാസയോഗ്യനാണെന്ന് അവർ കരുതുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം ഉപയോഗിക്കുക, അവരുടെ രാജ്യത്തെയും സേവിക്കുക എന്നിവയാണ് യഥാർത്ഥ ലക്ഷ്യം. വാസ്തവത്തിൽ നിങ്ങൾ ഒരു അഹമ്മദിയായി തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുമെന്നും ചില നയങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുമെന്നും പറയാം. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരമൊരു വ്യക്തി വളരെ ഉപയോഗപ്രദവും വോട്ടുകൾ അർഹിക്കുന്നതുമാണെന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെയല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധത്തിൻ്റെ ആവശ്യമില്ല. ഇതുകൂടാതെ അത്തരം കാര്യങ്ങളിൽ സ്വയം മുഴുകേണ്ടതിൻ്റെ ആവശ്യകത തന്നെ എന്താണ്? ഇതുകൂടാതെ അത്തരം കാര്യങ്ങളിൽ സ്വയം മുഴുകേണ്ടതിൻ്റെ ആവശ്യകത തന്നെ എന്താണ്? അള്ളാഹുലേക്കും അവൻ്റെ ദൂതനിലേക്കും നയിക്കുന്ന മാർഗം നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റെല്ലാ കാര്യങ്ങളും സ്വയം ശരിയായിക്കൊള്ളും. ഓർക്കുക, ഏതു പാർട്ടി ആയിക്കൊള്ളട്ടെ, കുടിയേറ്റക്കാരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സപ്പെടുത്തുകയും ഒരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ നയം. അഭയാർത്ഥികൾ പ്രവേശിക്കുന്നത് അവർ തടയും. ഇതിനായി അവർ കോളങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്കയിലും യൂറോപ്പിലും സംഭവിക്കുന്നുണ്ട്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്ന കാരണം. സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ നിങ്ങളിൽ 20, 25 അല്ലെങ്കിൽ 30 വർഷമായി ഇവിടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ വിദേശ വംശജരായ ആരെയെങ്കിലും ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളെയും നീക്കം ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു പാർട്ടിയുമായി ചേർന്നാൽ അവർ നിങ്ങളുടെ അനുഭാവികളാകും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പാർട്ടിയുമായി ചേർന്നാൽ അവർ അങ്ങനെ ചെയ്യില്ല എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തേക്ക് വന്ന ആളുകളുടെ മനസ്സിൽ അവർ ഇതിൻ്റെ ഭാഗമായി തീരണമെന്ന ചിന്ത സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുക. അധികാരത്തിൽ വരുന്ന ഏത് പാർട്ടിയുമായി നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരിക്കണം. ഒരാൾക്ക് പ്രത്യേകമായി വോട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരെയും നിർബന്ധിക്കുന്നത് എന്തുകൊണ്ട്? ഇത് നിങ്ങളുടെ ജോലിയല്ല. സ്ഥാനാർത്ഥികളുടെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ചുമതല. നല്ല ആളുകളെ നമ്മുടെ നേതാക്കളായി നിയമിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. ഈ കാരണത്താൽ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി കൂടുതൽ അനുയോജ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും എല്ലാവരും അവരുടേതായ അറിവനുസരിച്ചുള്ള തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. ഹുസൂർ, നല്ല പഠിപ്പുള്ള ആളുകൾ ജമാഅത്തിലുണ്ട്. അവർക്ക് ജമാഅത്തിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ അവർ ജമാഅത്തിൻ്റെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഹുസൂർ, അവരെ ജമാഅത്തിൻ്റെ ജോലിയിലേക്കും ഈ ജിഹാദിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കടമ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. ബലപ്രയോഗം നടത്താൻ പറ്റില്ല. അതിനാൽ അവരെ ജമാഅത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഉൾപ്പെടുത്തുകയും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും വേണം. അവരെ പതിയെ ജോലികളിൽ ചേർക്കുക. അവർ ഔദ്യോഗിക പദവി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യമോ അറിവോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ സേവന അവസരങ്ങൾ ഒരുക്കുക. അങ്ങനെ അവരിൽ നിന്ന് പിന്തുണയും സഹായവും ലഭ്യമാക്കണം. കൂടാതെ അവർ നല്ല വ്യക്തിയാണെന്നും ഉപകാരപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും ബന്ധപ്പെട്ട സെക്രട്ടറിമാരോട് വ്യക്തമാക്കുക. ഒരു പ്രാദേശിക മുറബി പ്രാദേശിക കമ്മിറ്റിയിലെ അംഗമാണല്ലോ.
അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വെക്കാവുന്നതാണ്. അങ്ങനെ അത്തരം വ്യക്തികളുടെ മാർഗദർശനം നമുക്ക് പ്രയോജനപ്പെടുത്താനാവും. ഈ വിഷയത്തിൽ വ്യക്തിഗത അഭിമാനമോ അറിവില്ലായ്മയോ പ്രകടിപ്പിക്കാതെ അവിടെയുള്ള അറിവ് സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമമായ സമീപനം. ഹദീസിൽ വ്യക്തമാക്കുന്നത് പോലെ ജ്ഞാനം എവിടെ കണ്ടാലും സ്വീകരിക്കുക. ഈ നിർദ്ദേശങ്ങൾ വ്യക്തമായും വിശദീകരിക്കുകയും തർബിയത്ത് പ്രവർത്തനം തുടർച്ചയായി നടത്തുകയുമാണ് വേണ്ടത്. ഒരു മുറബിയുടെ പ്രധാന ഉത്തരവാദിത്തം എന്താണ്? അത് തർബിയത്താണ്. അതിനാൽ മുറബിയുടെ പണിയാണ് തർബിയത്തിനായി ദീർഘകാലത്തിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നത്. 2-4 പേരെ മാത്രം ഉൾപ്പെടുത്തുന്നതിലൂടെ കാര്യങ്ങൾ പൂർത്തിയാക്കാനാവില്ല. നല്ല ആളുകൾ ജീവിതത്തിൽ നമസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന, ചന്ത നൽകുന്ന, ജമാഅത്തുമായുള്ള ആത്മബന്ധം പുലർത്തുന്ന, ജലസകളിലും ഇസ്തിമകളിലും പങ്കെടുക്കുന്ന ആളുകളുടെ തർബിയത്ത് 80% ആയിക്കൊള്ളും. എന്നാൽ തർബിയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ജമാഅത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും അടുപ്പിക്കുക എന്നതായിരിക്കണം. ഇതിലേക്ക് മുറബിമാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ജമാഅത്തിനായി ജോലി ചെയ്യുന്നവരുടെ മനസ്സിൽ തങ്ങളല്ലാതെ ഈ ജോലി വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത ഉണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. അള്ളാഹു എല്ലാവർക്കും കൈകൾ നൽകിയിട്ടുണ്ട്. വെറും പദവിയിൽ മാത്രമല്ല കാര്യം. ഇനി നിങ്ങൾ പദവിയിലാണെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണ സംവിധാനങ്ങളും ഉപദേശകരുടെ സേവനം തേടാറുണ്ട്. അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായങ്ങൾ തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു വഴികാട്ടി കൊടുക്കുന്നുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളുടെ അടുക്കൽ നിന്ന് അഭിപ്രായങ്ങൾ തേടേണ്ടത് അനിവാര്യമാണ് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. ഒരിക്കലും പരുഷമായ രീതിയിൽ സമീപിക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ ദുആ ചെയ്ത് സ്വയം തീരുമാനമെടുക്കുക. ഈ കാര്യം ഔദ്യോഗിക പദവിയിൽ സേവനമനുഷ്ഠിക്കുന്നവരെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. അത് സ്വീകരിക്കുക തന്നെ വേണം. തർബിയത്തിനായി ആണല്ലോ മുറബിയെ ആമിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തർബിയത്തിനായി വിപുലമായ ദീർഘകാല പദ്ധതി തയ്യാറാക്കുകയാണ് വേണ്ടത്. ജമാഅത്ത് വളരും തോറും തർബിയത്തിൻ്റെയും ആവശ്യം കൂടിയേ മതിയാവും. അതിനാൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ മാതൃകയാകേണ്ടതുണ്ട്. മുൻഗാമികളുടെ പുസ്തകങ്ങൾ വായിച്ച് ഉദാഹരണം നൽകുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലൂടെ ഉദാഹരണങ്ങൾ കാട്ടേണ്ടതുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ദുആ അള്ളാഹു എങ്ങനെ സ്വീകരിച്ചു? അതിൻ്റെ ഫലമായി എന്തു സംഭവിച്ചു? ഇത് അള്ളാഹുവിൻ്റെ ദാനമാണ്, എൻ്റെ കഴിവുകളൊന്നും തന്നെയില്ല തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ മുറബിക്ക് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാണെന്നും തങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകുകയാണ് എന്നും ജനങ്ങൾക്ക് ബോധ്യം വരും. അപ്പോൾ മുറബിയുടെ ഉപദേശങ്ങൾ അവർ ശ്രദ്ധയോടെ സ്വീകരിക്കും. തിരുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം പ്രയത്നത്തിലൂടെ നേടാൻ സാധിക്കുന്നതാണോ അതല്ല അള്ളാഹു നൽകുന്നതാണോ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫത്തബീനി യുഹിബ്ബുക്കുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ എന്നെ പിന്തുടരുകയും എന്നെ അനുസരിക്കുകയും എൻ്റെ സ്വഭാവം അനുകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്നാണ്. ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്നേഹമാണല്ലേ. അതിനാൽ പരിശ്രമിക്കേണ്ടതുണ്ട്. വല്ലദീന ജാഹദു ഫീന, നമ്മുടെ പാതയിൽ പരിശ്രമിക്കുന്നവർ, അത് അവർക്കാണ് കിട്ടുക. അവർക്ക് നേരായ മാർഗം കാണിക്കപ്പെടുന്നു. ഇതിനർത്ഥം ഒരാൾ തുടർച്ചയായി പരിശ്രമിക്കണമെന്നാണ്, പ്രയത്നിക്കണം. സർവശക്തനായ അള്ളാഹു ചില ആളുകളെ പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുന്നു. ചിലർ പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഓരോ വ്യക്തിയും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് നേരത്തെ വച്ചിരുന്നുവെങ്കിൽ പിന്നെ തബ്ലീഗിൻ്റെയും തർബിയത്തിൻ്റെയും ആവശ്യം എന്താണ്? ഉപദേശിക്കുക എന്ന് അള്ളാഹു തന്നെയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണ്? മാർഗനിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകേണ്ടതിൻ്റെ പ്രസക്തി എന്താണ്? ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ പ്രയത്നത്തിലൂടെയാണ് നേടേണ്ടത് എന്നതുകൊണ്ടാണ്. മുറബിമാരിൽ ഒരാൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിൻ്റെ അടുക്കൽ റമദാൻ മാസത്തിലെ ഇഫ്താർ ക്രമീകരണങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ആളുകൾ അവരുടെ വീട്ടിലെ ഇഫ്താർ വിരുന്ന് നടത്താറില്ല. അത് പാടില്ല. ഒരു ദരിദ്രനുണ്ടെങ്കിൽ, നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവരാരുമില്ല, അല്ലെങ്കിൽ ഇഫ്താറിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അവരുടെ വീട്ടിലേക്ക് അയക്കാവുന്നതാണ്. ഒരു ഇഫ്താർ പരിപാടി പോലെ എന്തെങ്കിലും ജമാഅത്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ജമാഅത്തിന് അങ്ങനെ ചെയ്യാം. എന്നാൽ നടത്തിപ്പുകാർ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അവരുടെ ആരാധനയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും വേണം. ഇതോടൊപ്പം ലളിതമായ ഒരു ഇഫ്താറിനും അവർക്ക് തയ്യാറെടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇന്നത് ആളുകളുടെ വീടുകളിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബാംഗങ്ങൾ ഇഫ്താറിൽ മുഴുകുന്ന അവസ്ഥയാണ് കാണുന്നത്. നമസ്കാരത്തിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് നമസ്കാരം ജമ്മാക്കാം, ഇഫ്താർ വിരുന്നുള്ളതിനാൽ ഇതിലൊരു പ്രശ്നവുമില്ല എന്നവർ പറയും. എന്നിട്ട് ആളുകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു, അവർ ഒത്തുചേരുന്നു. ഇതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ ദിവസവും മഗ്രിബിന് പള്ളി തുറക്കാൻ വിചാരിച്ചു, എന്നാൽ ആളുകൾ ഇഫ്താരി പാടില്ല എന്നാണ് പറയുന്നത്. ഇഫ്താർ വേളയിൽ നിങ്ങൾക്ക് കുറച്ച് ഈന്തപ്പഴങ്ങളോ മറ്റെന്തെങ്കിലും നൽകുകയാണെങ്കിൽ ആളുകൾക്ക് വന്ന് നോമ്പ് തുറക്കാൻ കഴിയും. ഇവിടെ
മസ്ജിദ് ഫസലിലും ആളുകൾ നോമ്പ് തുറക്കാൻ ഇവിടെ എത്താറുണ്ട്. മഗ്‌രിബ് നിസ്കരിച്ച് അവർ പോകുന്നു. എന്നാൽ അതിന് പ്രത്യേക ക്രമീകരണമൊന്നുമില്ല. ലങ്കർ ടീം അത് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. നിങ്ങളൊരു ടീം ഉണ്ടാക്കുക. നിങ്ങളുടെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുഴുവനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അവിടെ വലിയ ബഹളം ഉണ്ടാകരുത്. ഒരാൾ അവിടെ പോകുന്നു, മറ്റൊരാൾ മറ്റൊരിടത്ത് പോകുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതിഥികൾ വരുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് എളുപ്പത്തിൽ ഭക്ഷണം നൽകാൻ കഴിയുന്നതെന്തും നിങ്ങൾ അവർക്ക് ഇഫ്താറിന് നൽകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു. അതിനാൽ നിങ്ങൾക്ക് അവിടെ ഈത്തപ്പഴം നൽകാം. ലങ്കർഖാൻ ഉണ്ടെങ്കിൽ സമൂസയോ പക്കോടയോ ഉണ്ടാക്കാം. അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് വീടുകളിലേക്ക് പോകാവുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന മുലാഖാത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഇപ്പോൾ കാണിച്ചത്. ഇനി ഞങ്ങളുടെ അവസാന ഭാഗമായ വെള്ളിയാഴ്ച ഖുതുബയുടെ സംഗ്രഹത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഖൈബറിലെ കോട്ടകൾ ഉപരോധിച്ച സംഭവം ഹുസൂർ അൻവർ വിശദീകരിച്ചു. കൂടാതെ കിനാന ബിൻ റാബിയുടെ വധത്തെക്കുറിച്ചുള്ള സംസാരിക്കുകയുണ്ടായി. കിനാനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും കുറിച്ചുള്ള വ്യാജ ആരോപണങ്ങളെ ഹുസൂർ ഖണ്ഡിക്കുകയുണ്ടായി. ഖൈബറിലെ സംഭവത്തെക്കുറിച്ചും ഓറിയന്റലിസ്റ്റുകൾ തങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ആക്ഷേപകർ ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുഗ്രഹീത വ്യക്തിത്വത്തിനു മേലാണ് ആക്രമണം ഉന്നയിച്ചിട്ടുള്ളത്. ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന് സ്വത്തിനും സമ്പത്തിനുമുള്ള അത്യാഗ്രഹമായിരുന്നു എന്നെല്ലാമാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. കൂടാതെ അവിടുന്ന് നൗദുബില്ല എത്തരത്തിലുള്ള അക്രമ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം യുദ്ധത്തിനു മുമ്പായി കർശന നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികളെയും സ്ത്രീകളെയും വധിക്കരുത്, ഒരു വൃക്ഷം പോലും അനാവശ്യമായി മുറിക്കരുത്, മൃഗങ്ങളെപ്പോലും പ്രയാസം അനുഭവിക്കാൻ അവർക്ക് പ്രയാസം നൽകരുത്, കണ്ടു സഹിക്കാൻ മൃഗങ്ങൾ പോലും പ്രയാസം അനുഭവിക്കുന്ന കണ്ടു സഹിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് മനുഷ്യരെ ദ്രോഹിക്കാൻ ഇങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ ഗനീമത്ത് മുതലിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന ആക്ഷേപവും അടിസ്ഥാനരഹിതമാണ്. ഖൈബർ യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിളംബരം ചെയ്തിരുന്നു, സ്വത്തും സമ്പത്തിൻ്റെ അത്യാർത്തി കാരണം ആരെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ കൂടെ വരരുത്. ഈ മാതൃക കാണിച്ച ഒരു നബിയെക്കുറിച്ച് ഇത്തരം നിവേദനങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് നീതി നമ്മോട് ആവശ്യപ്പെടുന്നത്. തിരുമേനിയുടെ മഹത്വത്തിനും സ്വഭാവ മഹിമയ്ക്കും പ്രാധാന്യം നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. നീതിനിഷ്ഠയുടെ പ്രതിരൂപമായിരുന്ന, മുഴുലോകത്തിനും കാരുണ്യമായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം ആക്ഷേപം ഉന്നയിക്കുക എന്നത് യാതൊരു വിധത്തിലും സ്വീകാര്യമായി തീരുന്ന ഒരു കാര്യമല്ല.